ഹലോ നമസ്കാരം, എല്ലാവർക്കും സൈലന്റ് ടീച്ചിങ് എക്സാമിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ പുതിയ കേട്ടറ്റിന്റെ നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്തിരിക്കുന്നവരായിരിക്കും എല്ലാവരും. സർവീസിലുള്ള അധ്യാപകരുടെ കേട്ടറ്റിന്റെ എക്സാമിനേഷൻ കഴിഞ്ഞ ആഴ്ചയിൽ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും നമ്മുടെ പുതിയ നോട്ടിഫിക്കേഷൻ വൈകാതെ തന്നെ വരുന്നതായിരിക്കും. അപ്പൊ പ്രിപ്പറേഷൻസ് ഒക്കെ ഫുൾ സ്വിംഗിലേക്ക് മാറ്റുകയാണെങ്കിൽ നന്നായിരിക്കും. അപ്പൊ നമുക്കറിയാം, K1-നാണെങ്കിലും K2-നാണെങ്കിലും മാത്തമാറ്റിക്സിന്റെ ഭാഗം എന്ന് പറയുന്നത് രണ്ട് എക്സാമിനേഷനും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏകദേശം 30ഓളം മാർക്ക് നമുക്ക് മാത്തമാറ്റിക്സിൽ നിന്ന് മാത്രമായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ എങ്ങനെയാണ് മാത്തമാറ്റിക്സിലെ ചോദ്യങ്ങൾ വരിക എന്നുള്ളതൊക്കെ വരും വീഡിയോസിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, പരിചയപ്പെടുത്താം. അപ്പൊ ആദ്യമായിട്ട് മാത്തമാറ്റിക്സിന്റെ പല ഭാഗത്തുനിന്നും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, ഇത് മാത്തമാറ്റിക്സിൽ ലാഭവും നഷ്ടവും എന്ന് പറയുന്ന ഭാഗത്തിൽ നിന്ന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണ് ആദ്യം നമ്മൾ പറയുന്നത്. പിന്നീട് അങ്ങനെ സീരീസ് ആയിട്ട് നമുക്ക് ബാക്കിയുള്ള ടോപ്പിക്കുകളൊക്കെ ഡിസ്കസ് ചെയ്യാം. അപ്പൊ എന്തായാലും ചോദ്യത്തിലേക്ക് അടക്കാം. ഒന്നാമത്തെ ചോദ്യം ഇയാളാണ്: ഒരു കച്ചവടക്കാരൻ 450 രൂപയ്ക്ക് വാങ്ങിയ പുസ്തകം 540 രൂപയ്ക്ക് വിറ്റാൽ എത്ര ശതമാനം ലാഭം കിട്ടും? അപ്പൊ ഇവിടെ ചോദ്യത്തിൽ കാണാൻ പറഞ്ഞത് ലാഭശതമാനം. അപ്പൊ ലാഭശതമാനം കാണാനുള്ള ഐഡിയ, അല്ലെങ്കിൽ എങ്ങനെയാ ലാഭശതമാനം കാണുക എന്ന് മനസ്സിലാക്കി വെച്ചോ. ലാഭശതമാനം കാണാനുള്ള ഇക്വേഷൻ ലാഭം ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100 ചെയ്താൽ മതി. അതിലെന്താ ഈ കോസ്റ്റ് പ്രൈസ്? കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ വാങ്ങിയ വില. ഇവിടെ കച്ചവടക്കാരൻ വാങ്ങിയത് 450 രൂപയ്ക്ക്. സെൽഡ് പ്രൈസ് എന്ന് പറഞ്ഞാൽ വിറ്റ വില. കച്ചവടക്കാരൻ വിറ്റത് 540-നാ. അപ്പൊ 450-ന് വാങ്ങിയിട്ട് 540-ന് വിൽക്കുകയാണെങ്കിൽ കച്ചവടക്കാരന് സ്വാഭാവികമായിട്ടും ലാഭമാണ് ഉണ്ടാവുക. ഇവിടുത്തെ ലാഭം എത്രയാ? 450-ന് വാങ്ങിയിട്ട് 540-ന് വിൽക്കുകയാണെങ്കിൽ ലാഭം 90. ഇനി നമുക്ക് ലാഭശതമാനം കാണാം. ലാഭശതമാനം കാണാൻ ലാഭം ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. ലാഭം 90 ആണ്. ബൈ കോസ്റ്റ് പ്രൈസ് 450 ആണ്. ഇൻറ്റു 100 ചെയ്യണം. ചെയ്തു നോക്കാം എങ്ങനെയാ ചെയ്യാൻ പറ്റുക. ഇവിടെ ഒരു 0, ഇവിടെ ഒരു 0 വെട്ടി. 90-ല് 2 45, 45-ല് 1 45. ഉത്തരം 2 × 10 20%. അപ്പൊ ഇവിടുത്തെ ലാഭശതമാനം ഓപ്ഷൻ എ 20. അപ്പൊ ഇങ്ങനെയാണ് ലാഭശതമാനം കാണുക. അപ്പൊ ഓർത്തു വെച്ചോ, ലാഭശതമാനം കാണാനുള്ള ഇക്വേഷൻ ലാഭം ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. ലാഭം എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ കോസ്റ്റ് പ്രൈസ് വാങ്ങിയ വില 450, സെൽഡ് പ്രൈസ് വിറ്റ വില 540. 450-ന് വാങ്ങിയിട്ട് 540-ന് വിൽക്കുകയാണെങ്കിൽ ലാഭം 90 ആണ്. ലാഭശതമാനം കാണാൻ ലാഭം ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100 ചെയ്താൽ മതി. ദാറ്റ് ഈസ് 90/450 ഇൻറ്റു 100. അത് വെട്ടിയാൽ ഉത്തരം 20% എന്ന് കിട്ടും. അടുത്ത ചോദ്യം, ഒരു കച്ചവടക്കാരൻ 1200 രൂപയ്ക്ക് വാങ്ങിയ ഒരു ഷർട്ട് 1440 രൂപയ്ക്ക് വിറ്റപ്പോൾ ലാഭശതമാനം എത്ര എന്നാ ചോദിച്ചത്. അപ്പൊ എങ്ങനെയാ? കോസ്റ്റ് പ്രൈസ് വാങ്ങിയ വില 1200 രൂപ, സെൽഡ് പ്രൈസ് വിറ്റ വില 1440 രൂപ. സ്വാഭാവികമായിട്ടും 1200-ന് വാങ്ങിയിട്ട് 1440-ന് വിൽക്കുകയാണെങ്കിൽ ലാഭമാണ് ഉണ്ടാവുക. ലാഭം എത്രയായിരിക്കും? 250 രൂപയാണ്. 240 രൂപയാണ് ഇവിടുത്തെ ലാഭം. കോസ്റ്റ് പ്രൈസ് 1200, സെൽഡ് പ്രൈസ് 1440. 1200-ന് വാങ്ങി 1440-ന് വിൽക്കുകയാണെങ്കിൽ ലാഭമാണ് ഉണ്ടാവുക. ലാഭം എത്രയാ? 240. കാണാൻ പറഞ്ഞത് ലാഭശതമാനമാണ്. ലാഭശതമാനം കാണാനുള്ള ഇക്വേഷൻ ലാഭം ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100 ആണ്. ലാഭം എത്രയാ? 240 ആണ്. ബൈ കോസ്റ്റ് പ്രൈസ് 1200 ആണ്. ഇൻറ്റു 100 ചെയ്താൽ മതി. പൂജ്യങ്ങൾ 2 വെട്ടി. 12-ൽ 1 12 ആണ്. 24-ൽ 2 12. അപ്പൊ ഉത്തരം ഇവിടെയും കിട്ടുന്നു 20%. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. രണ്ടാമത്തതിലും ഉത്തരം കിട്ടുന്ന എത്രയാ? 20%. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു കച്ചവടക്കാരൻ 100 രൂപയ്ക്ക് വാങ്ങിയ ഒരു കളിപ്പാട്ടം വിറ്റപ്പോൾ 10 രൂപ ലാഭം കിട്ടി. ലാഭശതമാനം എത്ര? ഇവിടെ ചോദ്യം ഒന്ന് ശരിക്കും ശ്രദ്ധിക്കേണ്ട ചോദ്യമാണ്. തെറ്റിപ്പോവാൻ സാധ്യതയുള്ള ചോദ്യം. ഒരു കച്ചവടക്കാരൻ 100 രൂപയ്ക്ക് ഒരു കളിപ്പാട്ടം വിറ്റപ്പോൾ 10 രൂപ ലാഭം കിട്ടി. ലാഭശതമാനം എത്ര? അപ്പൊ ഇവിടെ വാങ്ങിയ വിലയല്ല 100, കോസ്റ്റ് പ്രൈസ് വാങ്ങിയ വിലയല്ല 100, സെൽഡ് പ്രൈസ് വിറ്റ വിലയാണ് 100. അതാണ് ഈ ചോദ്യത്തിന്റെ പ്രശ്നം. അപ്പൊ ഒരു കച്ചവടക്കാരൻ 100 രൂപയ്ക്ക് ഒരു കളിപ്പാട്ടം വിറ്റപ്പോൾ 10 രൂപ ലാഭം കിട്ടി. ലാഭശതമാനം എത്ര? ഇവിടെ കോസ്റ്റ് പ്രൈസ് വാങ്ങിയ വിലയല്ല 100, സെൽഡ് പ്രൈസ് വിറ്റ വിലയാണ് 100. അപ്പൊ 100 രൂപയ്ക്ക് വിറ്റപ്പോ
അയാൾക്ക് 10 രൂപ ലാഭം കിട്ടിയെങ്കിൽ അതിന്റെ കോസ്റ്റ് പ്രൈസ് വാങ്ങിയ വില എത്രയായിരിക്കും? 100 രൂപയ്ക്ക് വിറ്റപ്പോ 10 രൂപ ലാഭം കിട്ടിയെങ്കിൽ വാങ്ങിയ വില കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 90 രൂപയായിരിക്കും. ഇപ്പൊ ശരിയായില്ലേ? 90-ന് വാങ്ങിയിട്ട് 100-ന് വിറ്റു, അപ്പൊ 10 രൂപ ലാഭം കിട്ടി. ഇനി നമ്മളോട് കാണാൻ പറഞ്ഞത് ലാഭശതമാനം. ലാഭശതമാനം കാണാനുള്ള ഇക്വേഷൻ ലാഭം ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. ലാഭം 10 ആണ്, കോസ്റ്റ് പ്രൈസ് 90 ആണ്, ഇൻറ്റു 100 ചെയ്യണം. ചെയ്ത് നോക്കാം എങ്ങനെ ചെയ്യാൻ പറ്റുക. ഇവിടെ ഒരു 0, ഇവിടെ ഒരു 0 വെട്ടി. ഉത്തരം 100 ഹരിക്കണം 9. 100-ൽ എത്ര 9? 100-ൽ 33 അല്ല, 100-ൽ എത്ര 9? 11 ഉണ്ടാവുക. 11 9 99 അല്ലേ? അപ്പൊ 11 സംതിങ് ആണ് ഉത്തരം വരിക. അങ്ങനത്തെ ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. ആരാ? 11 1/9%. 100-ൽ എത്ര 9? 100-ൽ 11 9. 11 9 99 വരുള്ളൂ. ശിഷ്ടമുണ്ട്. അപ്പൊ എന്തായാലും 100/99 വില 11 പോയിന്റ് സംതിങ്. അപ്പൊ അങ്ങനത്തെ ഓപ്ഷൻ വരുന്നത് ആരാ? ഓപ്ഷൻ ഡി, 11 1/9. ഇതാണ് ഐഡിയ. ഈ രീതിയിൽ വേണം മുമ്പോട്ട് പോകാനായിട്ട്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്, ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അടുത്തതിലേക്ക് കടക്കാം, ശ്രദ്ധിച്ചു. ഒരു കച്ചവടക്കാരൻ 200 രൂപയ്ക്ക് ഒരു സാധനം വിറ്റപ്പോൾ 20 രൂപ നഷ്ടമായി എങ്കിൽ കച്ചവടത്തിലെ നഷ്ട ശതമാനം എത്ര? അപ്പൊ ഇവിടെയും 200 രൂപ എന്ന് പറഞ്ഞാൽ വാങ്ങിയ വിലയല്ല, സെൽഡ് പ്രൈസ്, വിറ്റ വിലയാണ് 200 രൂപ. അത് മനസ്സിലാക്കണം. ഇവിടുത്തെ സെൽഡ് പ്രൈസ്, വിറ്റ വിലയാണ് 200 രൂപ. അങ്ങനെ 200 രൂപയ്ക്ക് അയാൾ അത് വിറ്റപ്പോ അയാൾക്ക് ഉണ്ടായത് നഷ്ടമാണ്. എത്ര രൂപയാ നഷ്ടം ഉണ്ടായത്? 20 രൂപ നഷ്ടം ഉണ്ടായി. 200 രൂപയ്ക്ക് ഒരു സാധനം വിറ്റപ്പോ അയാൾക്ക് 20 രൂപ നഷ്ടം ഉണ്ടായി. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ കോസ്റ്റ് പ്രൈസ്, വാങ്ങിയ വില എത്രയായിരിക്കും? എത്രയാ അവിടുത്തെ കോസ്റ്റ് പ്രൈസ്, വാങ്ങിയ വില വരിക? 200 രൂപയ്ക്ക് വിറ്റപ്പോ 20 രൂപ നഷ്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ 220 ആയിരിക്കും അതിന്റെ വാങ്ങിയ വില. അപ്പൊ ശരിയായില്ലേ? കോസ്റ്റ് പ്രൈസ്, വാങ്ങിയ വില 220, അത് 200 രൂപയ്ക്ക് വിറ്റപ്പോ നഷ്ടം 20. ഇപ്പൊ കറക്റ്റായി. ഇനി കാണാൻ പറഞ്ഞത് നഷ്ട ശതമാനം അല്ലേ? നഷ്ട ശതമാനം കാണാനുള്ള ഇക്വേഷൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നഷ്ടം ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. ലാഭശതമാനം കാണാനാണെങ്കിലും നഷ്ടശതമാനം കാണാനാണെങ്കിലും താഴെ കോസ്റ്റ് പ്രൈസ് തന്നെ ഇട്ട് കൊടുക്കണം. അപ്പൊ നഷ്ടം ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. നഷ്ടം 20, കോസ്റ്റ് പ്രൈസ് 220 ഇൻറ്റു 100 ചെയ്താൽ മതി. ചെയ്ത് നോക്കാം. 0 വെട്ടി. 2-ൽ ഒരു 2, 20-ൽ 22-ൽ 11 2. മുകളിൽ 100, താഴെ 11. 100-ൽ എത്ര 11? 9 പോയിന്റ് സംതിങ്. അങ്ങനെ വരുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. 9 1/11%. ഇതാണ് അവിടുത്തെ നഷ്ട ശതമാനം. സെറ്റ് അല്ലേ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഈ രീതിയിലാണ് നമുക്ക് ചോദ്യങ്ങൾ വരാറുള്ളത്, അതുകൊണ്ട് ശ്രദ്ധിക്കണം. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു കച്ചവടക്കാരൻ ഒരു പുസ്തകം 12% ലാഭത്തിൽ വിറ്റപ്പോൾ 560 കിട്ടി എങ്കിൽ പുസ്തകത്തിന്റെ വാങ്ങിയ വില എത്ര? ഇവിടെ ലാഭശതമാനവും നഷ്ടശതമാനം എന്നല്ലേ ചോദിച്ചത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പെർസെന്റേജ് ഉപയോഗിച്ച് ചെയ്യുന്നതാണ് നല്ലത്. ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരു കച്ചവടക്കാരൻ ഒരു പുസ്തകം 12% ലാഭത്തിന് വിറ്റപ്പോ 560 രൂപ കിട്ടി എങ്കിൽ പുസ്തകത്തിന്റെ വാങ്ങിയ വില എത്ര? ഓക്കെ, എപ്പോഴും നമ്മൾ പുസ്തകത്തിന്റെ വാങ്ങിയ വില അല്ലെങ്കിൽ പുസ്തകത്തിന്റെ മുഴുവൻ വില 100% നമ്മൾ എടുക്കുക. എപ്പോഴും നമ്മൾ പുസ്തകത്തിന്റെ വാങ്ങിയ വില അല്ലെങ്കിൽ പുസ്തകത്തിന്റെ മുഴുവൻ വില 100% നമ്മൾ എടുക്കുക. അങ്ങനെയാണ് നമ്മൾ എടുക്കാറുള്ളത് സാധാരണ. അപ്പൊ ഇനി പറഞ്ഞു നോക്കാം. ഒരു കച്ചവടക്കാരൻ ഒരു പുസ്തകം 12% ലാഭത്തിന് വിറ്റപ്പോൾ, അപ്പൊ 100% ഒറിജിനൽ എമൗണ്ട്. അത് 12% ലാഭത്തിന് വിറ്റു എന്ന് പറഞ്ഞാൽ 112%. അപ്പൊ ആ 112% ഈ 560 രൂപ എന്ന് പറയുന്നത്. പുസ്തകത്തിന്റെ വാങ്ങിയ വില എത്രയാന്ന് ചോദിച്ചാൽ 100% എത്രയാന്ന് കണ്ടാ മതി. അപ്പൊ എന്താ ഐഡിയ? 112% 560 ആണെങ്കിൽ 100% എത്രയാന്ന് കാണണം. ഇങ്ങനെ 2 ഭാഗങ്ങൾ തന്നിട്ട് അടുത്ത ഭാഗം കാണാൻ ചോദിച്ചാൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് ചെയ്യുന്നതാണ് ഉചിതം. എങ്ങനെയാ? ആദ്യം വലത്തോട്ട് ഗുണിക്കുക, പിന്നെ ഇടത്തോട്ട് ഗുണിക്കുക. വലത്തോട്ട് ഗുണിച്ചാൽ 100 × 560 ബൈ ഇടത്തോട്ട് ഗുണിച്ചാൽ 112. ചെറുതാക്കാൻ പറ്റുന്നിടത്തോളം ചെറുതാക്കാം. എങ്ങനെയാ ചെറുതാക്കാൻ പറ്റുക നോക്കാം. 56-ലും 112-ലും കോമൺ ആയിട്ടുള്ളത് എന്താന്നുള്ള കാര്യം നോക്കാം. ശരിക്കും ശ്രദ്ധിച്ചോ. 56-ലും 112-ലും കോമൺ ആയിട്ട് എന്താ ഉള്ളത്? 56-ലും 112-ലും കോമൺ ആയിട്ടുള്ളത് നമുക്ക് നോക്കാം. 56-ല് 156 ആണ്, 112-ല് 256.
അപ്പൊ മുകളിൽ 100 × 10 1000/2 500 എന്ന് കിട്ടുന്നുണ്ട്. ഉത്തരം ഓപ്ഷൻ എ 500. ഒന്നുകൂടെ പറയാം, ശ്രദ്ധിച്ചോ. ഒരു കച്ചവടക്കാരൻ ഒരു പുസ്തകം 12% ലാഭത്തിന് വിറ്റപ്പോ അയാൾക്ക് 560 രൂപ കിട്ടി എന്നാ പറയുന്നത്. എങ്കിൽ പുസ്തകത്തിന്റെ വാങ്ങിയ വില എത്ര? അപ്പൊ എപ്പോഴും നമ്മൾ ഇങ്ങനെയുള്ള കേസുകളിൽ ചെയ്യാറുള്ളത് പുസ്തകത്തിന്റെ വാങ്ങിയ വില 100% അങ്ങോട്ട് എടുക്കും. പുസ്തകത്തിന്റെ വാങ്ങിയ വില 100%, ഒറിജിനൽ വില 100%. അപ്പൊ അത് 12% നഷ്ടത്തിന് ലാഭത്തിന് വിറ്റു എന്ന് പറഞ്ഞ 112%. ആ 112% 560 ചോദ്യത്തിൽ തന്നു. കാണാൻ പറഞ്ഞത് വാങ്ങിയ വില, അതായത് 100% കാണണം. ക്രോസ് മൾട്ടിപ്ലൈ എങ്ങനെയാ ചെയ്യുക? വലത്തോട്ടും ഇടത്തോട്ടും ഗുണിച്ചോ. 100 × 560 ഹരിക്കണം 112. 56 ഒരു 56, 112 2 56. അപ്പൊ മുകളിൽ 1000/2 500 എന്ന് കിട്ടുന്നുണ്ട്. ഉത്തരം കിട്ടുന്നു ഓപ്ഷൻ എ 500 എന്ന് കിട്ടുന്നുണ്ട്. ഇതാണ് ഐഡിയ. ഇങ്ങനെയൊക്കെയാണ് പെർസെന്റേജ് ഉപയോഗിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ലാഭവും നഷ്ടത്തൊന്നും ഉണ്ടാകാറുള്ളത്. ശ്രദ്ധിക്കണം, ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാറുണ്ട്? സ്ഥിരമായിട്ട് വരാറുണ്ട്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. പറഞ്ഞ കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യങ്ങളിലേക്ക് കടക്കാം. റെഡിയല്ലേ? മുമ്പോട്ട് പോവാലോ. പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് കിട്ടി. ഓക്കെ ആണ്, സെറ്റ് ആണ്, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നു. അടുത്ത ചോദ്യം. ഒരു കച്ചവടക്കാരൻ 45 രൂപയ്ക്ക് ഒരു പുസ്തകം വിറ്റപ്പോൾ അതിൽ 10% നഷ്ടമുണ്ടായി. 10% ലാഭം കിട്ടുന്നതിന് പുസ്തകം അയാൾ എത്ര രൂപയ്ക്ക് വിൽക്കണമായിരുന്നു എന്നാണ് ചോദ്യം. അപ്പൊ ചോദ്യം നന്നായിട്ട് മനസ്സിലാക്കുക. ഒരു കച്ചവടക്കാരൻ ഒരു പുസ്തകം 45 രൂപയ്ക്ക് വിറ്റപ്പോൾ, 45 രൂപയ്ക്ക് കച്ചവടക്കാരൻ ഒരു പുസ്തകം വിറ്റപ്പോൾ അതിൽ 10% നഷ്ടമുണ്ടായി. എങ്കിൽ 10% ലാഭം കിട്ടണമെങ്കിൽ പുസ്തകം എത്ര രൂപയ്ക്ക് വിൽക്കണമായിരുന്നു? അപ്പൊ തുടങ്ങാം. നമ്മൾ എപ്പോഴും പുസ്തകത്തിന്റെ ഒറിജിനൽ വില 100% എന്നാ എടുക്കുക. ഒരു കച്ചവടക്കാരൻ 45 രൂപയ്ക്ക് ഒരു പുസ്തകം വിറ്റപ്പോൾ അതിൽ 10% നഷ്ടം ഉണ്ടായി. 100% ഒറിജിനൽ വില, അതിൽ 10% നഷ്ടമുണ്ടായി എന്ന് പറഞ്ഞാൽ 90%. ആ 90% അവിടുത്തെ 45 രൂപ. ഇനി 10% ലാഭം കിട്ടണമെങ്കിൽ എത്ര രൂപക്ക് വിൽക്കണം എന്ന് ചോദിച്ചാൽ 10% ലാഭം എന്ന് പറഞ്ഞാൽ 100% ഒറിജിനൽ വില. 10% ലാഭം കിട്ടണമെങ്കിൽ 110% വിൽക്കണം. അപ്പൊ 90% 45 ആണെങ്കിൽ 110% എത്ര? ക്രോസ് മൾട്ടിപ്ലൈ നോക്ക്. വലത്തോട്ട് ഗുണിക്കുന്നു. 110 × 45 ഹരിക്കണം 90. 45 ഒരു 45, 90 2 45. 110/2 55. 55 രൂപയ്ക്ക് വിറ്റാലാണ് 10% ലാഭം കിട്ടുക. സെറ്റ് അല്ലേ? ഒന്നുകൂടെ പറയാം, ശ്രദ്ധിച്ചു. ഒരു കച്ചവടക്കാരൻ 45 രൂപയ്ക്ക് ഒരു പുസ്തകം വിറ്റപ്പോൾ അതിൽ 10% നഷ്ടമുണ്ടായി. 10% ലാഭം കിട്ടണമെങ്കിൽ പുസ്തകം എത്ര രൂപയ്ക്ക് വിൽക്കണമായിരുന്നു എന്നാണ് ചോദ്യം. അപ്പൊ ചെയ്തു നോക്കാം. ഒരു കച്ചവടക്കാരൻ 45 രൂപയ്ക്ക് ഒരു പുസ്തകം വിറ്റു. 45 രൂപയ്ക്ക് പുസ്തകം വിറ്റപ്പോൾ 10% നഷ്ടം ഉണ്ടായി. 100% ഒറിജിനൽ വില. അതിൽ 10% നഷ്ടം ഉണ്ടായി എന്ന് പറഞ്ഞാൽ 90%. ആ 90% ആര്? 45. ഇനി 10% ലാഭം കിട്ടണമെങ്കിൽ 110% വിൽക്കണം. അപ്പൊ ആ 110% എത്രയാന്ന് കണ്ടാൽ മതി. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 110 × 45 ഹരിക്കണം 90. 90 2 45, 45 ഒരു 45. ഉത്തരം 110/2 55. 55 രൂപയ്ക്ക് വിറ്റാലാണ് നമുക്ക് എത്ര ശതമാനം ലാഭം കിട്ടുക? 10% ലാഭം കിട്ടുക. ഇങ്ങനെയാണ് ചോദ്യം ചെയ്യുക. സെറ്റല്ലേ? മുമ്പോട്ട് പോകാം. അടുത്ത ചോദ്യം. ഒരു കുട 180 രൂപയ്ക്ക് വിറ്റാൽ കച്ചവടക്കാരന് 10% നഷ്ടം വരും. 10% ലാഭം കിട്ടണമെങ്കിൽ ഈ കുട വിൽക്കേണ്ടത് എത്ര രൂപയ്ക്കാ? സെയിം ടൈപ്പിലുള്ള ചോദ്യം, ഒരേ ടൈപ്പിലുള്ള ചോദ്യം. ഒരു കുട 180 രൂപയ്ക്ക് വിറ്റാൽ കച്ചവടക്കാരന് 10% നഷ്ടം വരും. 10% ലാഭം കിട്ടണമെങ്കിൽ ഈ കുട വിൽക്കേണ്ടത് എത്ര രൂപയ്ക്കാ? ചെയ്തു നോക്കാം. 100% എപ്പോഴും ഒറിജിനൽ വില. ഓക്കെ, 180 രൂപയ്ക്ക് വിറ്റാൽ 10% നഷ്ടം വരും. 10% നഷ്ടം വരാറിന് 90% ആവും. അപ്പൊ ആ 90% ആര്? 180.
10% ലാഭം കിട്ടണമെങ്കിൽ 110% ആവും. അപ്പൊ 110% എത്രയാന്ന് കണ്ടെത്തണം. ക്രോസ് മൾട്ടിപ്ലൈ 110 ഇൻറ്റു 180 ഹരിക്കണം 90 എന്ന് കിട്ടുന്നു. 0 വെട്ടാം. 9 ഒരു 9, 18 2 9, 110 ഇൻറ്റു 2 എത്രയാ 220 എന്ന് കിട്ടുന്നു. അപ്പൊ 220 വിറ്റാലാണ് ആ കുടയ്ക്ക് എത്ര ശതമാനം ലാഭം കിട്ടുക? 10% ലാഭം കിട്ടുക. റെഡി? ഇതാണ് ഐഡിയ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 50 രൂപ വിലയുള്ള ഒരു സാധനത്തിന്റെ വില 20% വർദ്ധിപ്പിച്ചതിന് ശേഷം 20% ഡിസ്കൗണ്ട് നൽകിയാൽ ഇപ്പോഴത്തെ വില എത്രയാന്നാ ചോദ്യം. 50% വിലയുള്ള ഒരു സാധനത്തിന്റെ വില ആദ്യം 20% വർദ്ധിപ്പിച്ചു, പിന്നെ അത് 20% ഡിസ്കൗണ്ട് കൊടുത്താൽ ഇപ്പോഴത്തെ വില എത്ര? അപ്പൊ ഇതെങ്ങനെ ചെയ്യാന്നുള്ളത് പഠിച്ചോ. ചെയ്യാൻ ഒരു ട്രിക്ക് ഉണ്ട്, മനസ്സിലാക്കി വെക്കുക. എത്രയാ എമൗണ്ട് എന്ന് എഴുതുക? 50 രൂപ. ആദ്യം അത് എന്ത് ചെയ്തു? 20% വർദ്ധിപ്പിച്ചു. 100% ഒറിജിനൽ വില. അത് 20% വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞാൽ 120%. ദാറ്റ് ഈസ് 120/100 ഇൻറ്റു. അടുത്തത് അതിന് ശേഷം അത് 20% ഡിസ്കൗണ്ട് നൽകി. 100% ഒറിജിനൽ വില. 20% ഡിസ്കൗണ്ട് നൽകി എന്ന് പറഞ്ഞാൽ 80%. അപ്പൊ 80/100 എന്ന് എഴുതണം. ശതമാനം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ ഇത്. എന്നിട്ട് 0 വെട്ട്. ഒരു 0 വെട്ടി. ഇവിടുത്തെ ഒരു 0, ഇവിടുത്തെ ഒരു 0 വെട്ടി. ഇവിടുത്തെ ഒരു 0, ഇവിടുത്തെ ഒരു 0 വെട്ടി. 5 ഒരു 5, 10 2 5, 2 ഒരു 2, 12 6 2. ഉത്തരം 6 8 48. 48 രൂപയായി നിലവിൽ. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. ഒന്നുകൂടെ പറയട്ടെ, ഒന്നുകൂടെ പറയാം, ശ്രദ്ധിച്ചു. 50 രൂപ വിലയുള്ള ഒരു സാധനത്തിന്റെ വില 20% വർദ്ധിപ്പിച്ചതിന് ശേഷം 20% ഡിസ്കൗണ്ട് നൽകിയാൽ ഇപ്പോഴത്തെ വില എത്ര? എങ്ങനെയാ ചെയ്യുക? ആദ്യ ആ വസ്തുവിന്റെ ഒറിജിനൽ വില എഴുതി വെക്കുക 50% ഇൻറ്റു ആദ്യം പറഞ്ഞത് 20% വർദ്ധിപ്പിച്ചു. 100% ഒറിജിനൽ വില. അത് 20% വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞാൽ 120%. ദാറ്റ് ഈസ് 120/100 ഇൻറ്റു. അടുത്ത് ശേഷം അത് 20% ഡിസ്കൗണ്ട് നൽകി. 100% ഒറിജിനൽ വില. അതിന് 20% ഡിസ്കൗണ്ട് നൽകി എന്ന് പറഞ്ഞാൽ 80%. ദാറ്റ് ഈസ് 80/100. എന്നിട്ട് വെട്ടുക. ഒരു 0 വെട്ടി. ഇവിടുത്തെ ഒരു 0 വെട്ടി. ഇവിടുത്തെ ഒരു 0 വെട്ടി. 5 ഒരു 5, 10 2 5, 2 ഒരു 2, 12 6 2, 6 8 48. ഉത്തരം കിട്ടുന്നു. ഓപ്ഷൻ എ 48 രൂപ. സെറ്റ്. ഇതാണ് പരിപാടി. ഇങ്ങനെയാണ് ചെയ്യുക. ഈ ചോദ്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു ധാരണ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇതുപോലെയാണ് കേട്ടറ്റിന് എന്തിൽ നിന്ന് ചോദ്യങ്ങൾ വരാറുള്ളത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്ന ഭാഗത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ വരാറുള്ളത്. ഇതുപോലെ കേട്ടറ്റിന്റെ മാത്തമാറ്റിക്സിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കേട്ടറ്റിന്റെ K1-നും K2-നും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളെല്ലാം ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് സീരീസ് ആയിട്ട് അങ്ങനെ ചെയ്യാം. എല്ലാ ചോദ്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യും. പ്രീവിയസ് ഇയറിലുള്ള ഓരോ ഭാഗത്തിലും പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളെല്ലാം ഇതുപോലെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഈ ക്ലാസ് ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. കൂടുതൽ ക്ലാസ്സുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പൊ എന്തായാലും താങ്ക് യു ഓൾ.